നമസ്കാരം. 2024 കറണ്ട് അഫയേഴ്സ് സീരീസിൽ ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് കുറച്ചധികം നമ്മൾ പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സോടുകൂടി 2024 ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് നമുക്ക് പൂർത്തിയാക്കാം. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് നമുക്ക് വരാം. നമുക്കറിയാവുന്ന കാര്യമാണ്, ലോകത്ത് മനഃശാസ്ത്ര അപഗ്രഥനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്, അല്ലേ? ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് സിഗ്മണ്ട് ഫ്രോയിഡ്. ഓസ്ട്രിയക്കാരനായിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞനാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയുണ്ട്, പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു കൃതിയാണ് ഇൻ്റർപ്രിറ്റേഷൻസ് ഓഫ് ഡ്രീംസ്, അല്ലേ? ഇൻ്റർപ്രിറ്റേഷൻസ് ഓഫ് ഡ്രീംസ് എന്ന കൃതി രചിച്ചതും സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഇപ്പോൾ ഇതൊന്നുമല്ല കറണ്ട് അഫയേഴ്സിൽ നമുക്ക് പഠിക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇന്ത്യൻ മനഃശാസ്ത്ര അപഗ്രഥനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ 2024 ഏപ്രിലിൽ മരണപ്പെട്ടു. ഇന്ത്യൻ മനഃശാസ്ത്ര അപഗ്രഥനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ മനഃശാസ്ത്രജ്ഞൻ ആരാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് സുധീർ കാക്കർ എന്നാണ്. എന്താണ്? സുധീർ കാക്കർ. അപ്പോൾ ഇന്ത്യൻ മനഃശാസ്ത്ര അപഗ്രഥനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ സുധീർ കാക്കറാണ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ ഈ ചോദ്യം പരീക്ഷയ്ക്ക് വരും. 2024 ഏപ്രിലിൽ മരണപ്പെട്ട ഇന്ത്യയിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള മനഃശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? സുധീർ കാക്കർ എന്നാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 2024 മൂന്നാമത് ലതാ മങ്കേഷ്കർ പുരസ്കാരം. 2024 മൂന്നാമത് ലതാ മങ്കേഷ്കർ പുരസ്കാരം. ലതാ മങ്കേഷ്കർ ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. ഇന്ത്യയിലെ അറിയപ്പെടുന്ന ബോളിവുഡ് പിന്നണി ഗായികയായിരുന്നു. ആര്? ലതാ മങ്കേഷ്കർ, അല്ലേ? അവർ 2022 മരണപ്പെട്ടത്. അവർ മരണപ്പെട്ടതിനെ തുടർന്ന് അവരുടെ കുടുംബാംഗങ്ങൾ ചേർന്ന് രൂപീകരിച്ച ഒരു ട്രസ്റ്റ് ലതാ മങ്കേഷ്കർ പുരസ്കാരം എന്ന പേരിൽ ഒരു പുരസ്കാരം കൊടുക്കാനായിട്ട് തുടങ്ങി. ഇപ്പോൾ 2024 കൊടുത്തത് മൂന്നാമത്തെ ലതാ മങ്കേഷ്കർ പുരസ്കാരമാണ്. 2022 അവർ മരിച്ച അതേ കൊല്ലം തന്നെയാണ് ആദ്യമായിട്ട് ലതാ മങ്കേഷ്കർ പുരസ്കാരം കൊടുത്തത്. ആദ്യത്തെ ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയത് ആര് എന്നുള്ളതും നല്ല ചോദ്യമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ആദ്യത്തെ ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത്. രണ്ടാമത്തെ ലതാ മങ്കേഷ്കർ പുരസ്കാരം, അതായത് 2023 ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നറിയാമോ? ഒരു പാട്ടുകാരി ആശാ ഭോൺസ്ലെയ്ക്കാണ്. ആർക്കാണ്? ആശാ ഭോൺസ്ലെയ്ക്കാണ്. ഇപ്പോൾ 2024 മൂന്നാമത് ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് ആർക്കാണ്? അമിതാഭ് ബച്ചൻ ആണ്. ആർക്കാണ്? അമിതാഭ് ബച്ചൻ. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്തോട്ട് വരാം. 2024 77ാമത് കാൻ ചലച്ചിത്ര ഫെസ്റ്റിവൽ, കാൻ ഫിലിം ഫെസ്റ്റിവൽ. 2024 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവൽ. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഫിലിം ഫെസ്റ്റിവലാണ് കാൻ ഫിലിം ഫെസ്റ്റിവൽ എന്ന് നിങ്ങൾക്ക് അറിയാം. ഓസ്കാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട വളരെ പ്രസിദ്ധമായിട്ടുള്ള അവാർഡാണ്. ഏത്? ഓസ്കാർ അവാർഡ് എന്ന് നമുക്കറിയാം. അതുപോലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചലച്ചിത്രമേളയും അതുമായി ബന്ധപ്പെട്ട് നൽകുന്ന അവാർഡും ആണ് ഏത്? കാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കണം. ഇവിടെ ഇപ്പോൾ കാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ കാര്യം പറഞ്ഞത്, കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പല തരത്തിലുള്ള മത്സര ഇനങ്ങളുണ്ട്. അതിൽ പാം ഡി ഓർ എന്ന് പറയുന്ന വിഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മത്സര വിഭാഗം. ആ പാം ഡി ഓർ എന്ന് പറയുന്ന മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്രം 2024 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാം ഡി ഓർ വിഭാഗത്തിൽ, അതായത് ഏറ്റവും മികച്ച ചിത്രത്തിന് കൊടുക്കുന്ന പുരസ്കാരമാണ് പാം ഡി ഓർ പുരസ്കാരം. ആ പാം ഡി ഓർ പുരസ്കാരത്തിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ
അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ആൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, ആൾ വി ഇമാജിൻ ആസ് ലൈറ്റ് അല്ലെ. അപ്പൊ ഏത് വിഭാഗത്തിലാണ് ഈ ചലച്ചിത്രം മത്സരിക്കുന്നത്? പാം ഡി ഓർ വിഭാഗത്തിലാണ്. ഇതിനു മുമ്പ് ഈ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട ഒരു ചിത്രം 30 വർഷങ്ങൾക്ക് മുമ്പാണ്. ഷാജി എൻ കരുണിന്റെ സ്വം എന്ന് പറയുന്ന ചലച്ചിത്രമാണ് പാം ഡി ഓർ വിഭാഗത്തിൽ മത്സരിച്ചിട്ടുള്ളത്. അതിനുശേഷം മറ്റൊരു ഇന്ത്യൻ ചലച്ചിത്രം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാം ഡി ഓറിൽ മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ്. ആ ചലച്ചിത്രം ഏതെന്ന് മനസ്സിലാക്കുക, ആൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി അവിടെ മനസ്സിലാക്കണം. ഈ സിനിമയുടെ സംവിധായിക ആരാണ്? പായൽ കപാഡിയ. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന ആരാണ്? ഒരു വനിതയാണ്, പായൽ കപാഡിയ. ഈ സിനിമയിൽ ഒരു മലയാളി അഭിനയിച്ചിട്ടുണ്ട്. ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു മലയാളിയാണ്, കനി കുസൃതി. ആരാണ്? കനി കുസൃതി. വേറെയും മലയാളികൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, എങ്കിലും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് കനി കുസൃതിയാണ്. അപ്പോൾ കാൻ ഫിലിം ഫെസ്റ്റിവൽ 2024 അതിൽ പാം ഡി ഓർ എന്ന് പറയുന്ന മത്സര വിഭാഗത്തിലെ ഏറ്റവും മികച്ച ചലച്ചിത്രം എന്നുള്ള ആ മത്സര വിഭാഗത്തിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചിത്രമാണ് ആൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നുള്ളത്. അതിൻ്റെ സംവിധായിക പായൽ കപാഡിയ. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പോയിന്റിലോട്ട് വരാം. ടൈം മാഗസിൻ നമുക്കറിയാം, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു മാഗസീനാണ് ടൈം മാഗസിൻ. ടൈം മാഗസിൻ ലോകത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള 100 ആൾക്കാരുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ അതിൽ 2 പേര് ഇന്ത്യയിൽ നിന്നുള്ള വനിതകളായിരുന്നു. അപ്പോൾ ടൈം മാഗസിൻ്റെ 2024 റിപ്പോർട്ട് പ്രകാരമുള്ള ആ പട്ടികയിൽ ഇടം നേടിയ ശക്തരായിട്ടുള്ള 2 വനിതകൾ ആരൊക്കെ എന്ന് ചോദിക്കാൻ കൊള്ളാം. ഒന്ന് സാക്ഷി മാലിക് ആണ്. നിങ്ങൾക്കറിയാം, സാക്ഷി മാലിക് അറിയപ്പെടുന്ന കായിക താരമാണ്, ഗുസ്തി താരമാണ്. ആര്? സാക്ഷി മാലിക്. വേറൊന്ന് ആലിയ ഭട്ട്. ആലിയ ഭട്ട് എന്ന് പറയുന്നത് പ്രസിദ്ധ ബോളിവുഡ് ചലച്ചിത്ര താരമാണ് ആലിയ ഭട്ട്. അപ്പോൾ ടൈം മാഗസിൻ ഈയിടെ പുറത്തിറക്കിയ 2024 പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള 100 പേരുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള 2 വനിതകൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ സാക്ഷി മാലിക്കും ആലിയ ഭട്ടുമാണ്. ഈ പട്ടികയിൽ ഉൾപ്പെട്ട വേറെ ചില ആൾക്കാരുടെ പേര് ഞാൻ പറയാം. ലോക ബാങ്ക് പ്രസിഡന്റ് അജയ് ബാങ്ക. അജയ് ബാങ്ക ഇന്ത്യൻ വംശജനാണ്, ഇന്ത്യക്കാരനല്ല. അജയ് ബാങ്ക. പിന്നെ അത് കഴിഞ്ഞിട്ട് സത്യനാഥല്ല. സത്യനാഥല്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, മൈക്രോസോഫ്റ്റിന്റെ CEO ആണ് സത്യനാഥല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ആക്ടറുണ്ട്, ദേവ് പട്ടേൽ. അയാളും ഇന്ത്യക്കാരനല്ല, ഇന്ത്യൻ വംശജനാണ്. അപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റിൽ, ഈ 100 പേരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വംശജരായിട്ടുള്ള ആൾക്കാരാണ് അജയ് ബാങ്കയും സത്യനാഥല്ലയും പിന്നെ അത് കഴിഞ്ഞിട്ട് ദേവ് പട്ടേലും ഒക്കെ. അപ്പോൾ ആ പറഞ്ഞ ലിസ്റ്റിൽ ഇടം നേടിയ ആൾക്കാരുടെ വലുപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക. സാക്ഷി മാലിക്, ആലിയ ഭട്ട്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. ഫിഡെ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ് 2024 കാനഡയിൽ വെച്ചിട്ടാണ് ഫിഡെ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ് നടന്നത്. ഈ ടൂർണമെന്റിന് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. നിലവിലെ ലോക ചെസ് ചാമ്പ്യൻ ആരാണ്? ഡിങ് ലിറൻ ആണ് അല്ലെ. നിലവിലെ ലോക ചെസ് ചാമ്പ്യൻ ഡിങ് ലിറൻ ആണ്. ഇനി 2024 ഈ കൊല്ലത്തെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നടക്കും. അതായത് അടുത്ത ലോക ചാമ്പ്യനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള മത്സരം നടക്കും. ആ മത്സരത്തിൽ ഒരാൾ ആരോട് മത്സരിക്കണം? ഡിങ് ലിറനുമായിട്ട് മത്സരിക്കണം. ആ ഡിങ് ലിറനുമായിട്ട് മത്സരിക്കേണ്ടത് ആരാണ്? അയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ടൂർണമെന്റ് ആണ് ഫിഡെ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ്. ഫിഡെ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ് എവിടെ വെച്ചാണ് നടന്നത്? കാനഡയിൽ വെച്ചാണ് നടന്നത്. ഈ ചെസ് ടൂർണമെന്റിൽ ജയിച്ചതാരെന്നറിയാമോ? ഇന്ത്യക്കാരനായിട്ടുള്ള ചെസ് താരമാണ് ഡി ഗുകേഷ്. ആരാണ്? ഡി ഗുകേഷ് ആണ് ഈ പറഞ്ഞ ഫിഡെ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ് ജയിച്ചത്. അതായത് അടുത്ത ചെസ് ലോക ചാമ്പ്യൻ ആകാനുള്ള മത്സരത്തിൽ ഡി ഗുകേഷ് നിലവിലുള്ള ചാമ്പ്യനായിട്ടുള്ള ഡിങ് ലിറനുമായിട്ട് ഇനി
മത്സരിക്കും. ഒരു വലിയ കാര്യമാണ്. ഇതിനു മുമ്പ് ഈ ടൂർണമെന്റ് വിജയിച്ചത് ഒരേ ഒരു ഇന്ത്യക്കാരനാണ്. അത് സാക്ഷാൽ വിശ്വനാഥൻ ആനന്ദാണ്. അപ്പോൾ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഫിഡെ കാൻഡസ് ചെസ് ടൂർണമെന്റ് വിജയിക്കുന്ന ഏക ഇന്ത്യൻ ചെസ് താരം ഡി ഗുകേഷ് ആണ്. ഇനി വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ടൂർണമെന്റ് ജയിക്കുന്ന ഫിഡെ കാൻഡസ് ചെസ് ടൂർണമെന്റ് ജയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് താരം ആരെ എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? ഡി ഗുകേഷ് തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ് 2024 ICC 2020 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് അല്ലേ? ICC 2020 പുരുഷ ലോകകപ്പ് അതിൻ്റെ വേദി എവിടെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. USA-യിലും വെസ്റ്റ് ഇൻഡീസിലും വച്ചിട്ടാണ്, ഈ രണ്ട് രാജ്യങ്ങളിലുമായിട്ടാണ് ഏത് നടക്കുന്നത്? 2024 ICC 2020 പുരുഷ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത് അല്ലേ? ഈ ലോകകപ്പ് മത്സരങ്ങളുടെ അംബാസിഡറായിട്ട് 3 പേരെയാണ് നിയമിച്ചിട്ടുള്ളത്. ഒന്ന് ഇന്ത്യയുടെ യുവരാജ് സിംഗ്, അല്ലെ? പഴയ ക്രിക്കറ്റ് താരമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വെസ്റ്റ് ഇൻഡീസിലെ ഉസൈൻ ബോൾട്ട്, ജമൈക്കക്കാരനാണ് ഉസൈൻ ബോൾട്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. അയാൾ വളരെ വലിയ ഒരു അത്ലറ്റാണ്. 100 മീറ്റർ ഓട്ട മത്സരത്തിലൊക്കെ ഒരുപാട് ഒളിമ്പിക് സ്വർണം നേടിയിട്ടുള്ള ആളാണ് ഉസൈൻ ബോൾട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീമിൽ അംഗമായിരുന്നയാൾ ക്രിസ് ഗെയിൽ. അപ്പോൾ 2024 ICC 2020 പുരുഷ ലോകകപ്പ് എവിടെ വെച്ച് നടക്കുന്ന? USA-യിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ട് നടക്കുന്ന ലോകകപ്പ്. അതിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിക്കപ്പെട്ടത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ യുവരാജ് സിംഗ് ഉണ്ട്, ഉസൈൻ ബോൾട്ട് ഉണ്ട്, ക്രിസ് ഗെയിൽ ഉണ്ട്. ഇതിൽ ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ യുവരാജ് സിംഗ് ആണ്. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോണം. 2024 തന്നെയാണ് ICC 2020 വനിതാ ലോകകപ്പ് നടക്കുന്നത്. അത് നടക്കുന്നത് ഒക്ടോബറിലാണ്. അതെവിടെ വെച്ചാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ബംഗ്ലാദേശിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ പറഞ്ഞ എന്താണ്? ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇവരുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായിട്ട് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യം, സൈനിക ആവശ്യങ്ങൾക്കായിട്ട് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യം ഏതെന്നറിയാമോ? അമേരിക്കയാണ്. അത് കഴിഞ്ഞിട്ട് ചൈന വരുന്നു, അത് കഴിഞ്ഞിട്ട് റഷ്യ വരുന്നു. ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം സൈനിക ആവശ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ 4ാമത്തെ രാജ്യമാണ്. നമുക്ക് മുമ്പിലുള്ളത് 3 രാജ്യങ്ങളാണ്, USA, ചൈന, റഷ്യ. ഈ പറഞ്ഞ 3 രാജ്യങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൈനിക ആവശ്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. നമ്മൾ 2024 ബജറ്റ് പഠിച്ച സമയത്ത് പറഞ്ഞ കാര്യമാണ്. ഇത്തവണത്തെ ബജറ്റിലും ഏറ്റവും കൂടുതൽ പണം നീക്കി വച്ചിരിക്കുന്നത് ഏതാവശ്യത്തിന് വേണ്ടിയിട്ടാണ്? സൈനിക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു. സൈനിക ആവശ്യം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം നീക്കി വച്ചിരിക്കുന്നത് ഗതാഗതവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഒന്നുകൂടി അത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. 2024 പബ്ലിക് ലൈബ്രറി ഓഫ് സയൻസ് ഒരു ലോക ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അല്ലെങ്കിൽ ലോക സ്ഥാപനമാണ്. 2024 പബ്ലിക് ലൈബ്രറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അവർ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ സൈബർ ക്രൈം നടക്കുന്നത് ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചാൽ റഷ്യയിലാണ്. അപ്പോൾ 2024 പബ്ലിക് ലൈബ്രറി സയൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം അല്ലെങ്കിൽ സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം അവരൊരു സൂചിക ഉണ്ടാക്കിയിട്ടുണ്ട്. സൈബർ ക്രൈമിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സൂചിക ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സൂചിക പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചാൽ റഷ്യയിലാണ്.
അല്ലേ? അപ്പോൾ സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം ഏറ്റവും ആദ്യമുള്ള രാജ്യം ഏതാണ്? റഷ്യയാണ്. ആ പറഞ്ഞ സൈബർ ക്രൈം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്ന് ചോദിച്ചാൽ ഒട്ടും മോശമല്ല, 10ാം സ്ഥാനത്താണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സൈബർ ക്രൈം അത് നടക്കുന്ന രാജ്യമാണ് റഷ്യ. ആ പറഞ്ഞ സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്ന് ചോദിച്ചാൽ 10ാമതാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കണം. ഇനി നമുക്ക് മറ്റൊരു പോയിന്റിലോട്ട് വരാം. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ഹെപ്പറ്റൈറ്റിസ് ബാധിതരുള്ളത് ഏത് രാജ്യത്താണ്? വേറൊരു ക്ലാസ്സിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ഹെപ്പറ്റൈറ്റിസ് ബാധിതരുള്ള രാജ്യം ചൈനയാണ്. ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹെപ്പറ്റൈറ്റിസ് ബാധിതരുള്ള രാജ്യം ഏതെന്നറിയാമോ? ഇന്ത്യയാണ്. അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ഹെപ്പറ്റൈറ്റിസ് ബാധിതരുള്ള രാജ്യം ചൈനയാണ്. ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹെപ്പറ്റൈറ്റിസ് ബാധിതരുള്ള രാജ്യം ഇന്ത്യയാണ്. വേറൊരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് 2024 ലോക ഹെപ്പറ്റൈറ്റിസ് ഉച്ചകോടി, അല്ലേ? 2024 ലോക ഹെപ്പറ്റൈറ്റിസ് ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? ഏത് രാജ്യത്ത് വെച്ചാണ്? പോർട്ടുഗലിൽ വെച്ചിട്ടാണ്, അല്ലേ? പോർട്ടുഗലിലെ ലിസ്ബണിൽ വെച്ചിട്ടാണ് 2024 ലോക ഹെപ്പറ്റൈറ്റിസ് ഉച്ചകോടി നടന്നത്. നേരത്തെ പഠിച്ച കാര്യമാണ്, ഒന്നുകൂടി ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനം. ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏപ്രിൽ 2, അല്ലെ? ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിലാണ്. ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം എന്ന് ചോദിച്ചാൽ ഏപ്രിൽ 2. ശ്രദ്ധിച്ചു വയ്ക്കണം. ജീവശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഭാഗം പരീക്ഷയ്ക്ക് സിലബസിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏപ്രിൽ 2. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ലോക ആരോഗ്യ ദിനം. ലോക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏപ്രിൽ 7, അല്ലേ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്ഥാപിക്കപ്പെട്ട ദിവസം ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യമാണ്. 2024 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2024 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ മൈ ഹെൽത്ത് മൈ റൈറ്റ്, അല്ലെ? മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതാണ് 2024 ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി, H5N1 എന്ന് പറയുന്നത് നമുക്കറിയാം പക്ഷിപ്പനിയാണ്, അല്ലേ? H5N1 എന്ന് പറയുന്നത് പക്ഷിപ്പനിയാണ്. ഈ അടുത്ത കാലത്തായിട്ട് H5N1 പക്ഷിപ്പനി മനുഷ്യനിൽ സ്ഥിരീകരിച്ചു. H5N1 പക്ഷിപ്പനി മനുഷ്യനിൽ സ്ഥിരീകരിച്ചു. അത് ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചാൽ USA-യിലാണ്. അപ്പോൾ 2024 H5N1 പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്, മനുഷ്യനിൽ സ്ഥിരീകരിച്ചത് ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചാൽ USA-യിലാണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. 2024 ഊർജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം. 2024 ഊർജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. നമുക്കറിയാം ലോകം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു ഭീഷണിയാണ് ഏത്? ഊർജ പ്രതിസന്ധി, അല്ലെ? ഓരോ രാജ്യത്തിനും ആവശ്യം വേണ്ട ഊർജമുണ്ട്. ആ ഊർജം പലപ്പോഴും കിട്ടാറില്ല, അത് കുറവാണ്, പലയിടത്തും കുറവാണ്. ഇപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ ഊർജ പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാഹചര്യമൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഓരോ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ട്. ഇപ്പോൾ സൗര പാനലുകൾ ഒക്കെ കൂടുതൽ സ്ഥാപിക്കുന്നതിലൂടെയും ആണവോർജ ഗവേഷണ രംഗത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത് ഊർജ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനാണ്. അപ്പോൾ ലോകം നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഭീഷണികളിൽ ഒന്നാണ് ഏത്? ഊർജ പ്രതിസന്ധി. അപ്പോൾ 2024 ഏപ്രിലിൽ ഊർജ പ്രതിസന്ധി കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ്. ഏത്? ഇക്വഡോർ. ഏതാണ്?
ഇക്വഡോർ. ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് റുവാങ് അഗ്നിപർവ്വതം 2024 ഏപ്രിലിൽ പൊട്ടിത്തെറിച്ച ഒരു അഗ്നിപർവ്വതമാണ് റുവാങ് അഗ്നിപർവ്വതം. 2024 പൊട്ടിത്തെറിച്ച് വാർത്തയിൽ ഇടം നേടിയ റുവാങ് അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചാൽ ഇന്തോനേഷ്യയിലാണ്. ഏത് രാജ്യത്താണ്? ഇന്തോനേഷ്യയിലാണ്. ഇതുപോലെ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. മൗണ്ട് മെറാപ്പി. മൗണ്ട് മെറാപ്പി എന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് ഏത് രാജ്യത്താണ്, അല്ലെങ്കിൽ മൗണ്ട് മെറാപ്പി അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാണ്? ഇന്തോനേഷ്യ എന്ന് തന്നെയാണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പോയിന്റിലോട്ട് വരാം. ക്ലൗഡ് സീഡിങ്. ക്ലൗഡ് സീഡിങ് എന്താണ്? ക്ലൗഡ് സീഡിങ്. ക്ലൗഡ് സീഡിങ് എന്ന് പറയുന്നത് കൃത്രിമ മഴയുണ്ടാക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. കൃത്രിമ മഴയുണ്ടാക്കുന്നതിനുള്ള ഒരു മാർഗം, അല്ലെ? മേഘങ്ങളെ കൃത്രിമമായിട്ട് സൃഷ്ടിച്ച് കൃത്രിമ മഴയുണ്ടാക്കുന്നതിനുള്ള ഒരു പരീക്ഷണമാണ് ഏത്? ക്ലൗഡ് സീഡിങ്. ഈ അടുത്ത കാലത്ത് ദുബായിൽ ഭയങ്കരമായിട്ടുള്ള മഴയുണ്ടായി, വെള്ളപ്പൊക്കവും ഉണ്ടായി, അല്ലേ? നിരത്തുകളൊക്കെ ഈ പറഞ്ഞ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 75 വർഷങ്ങൾക്ക് ശേഷം ദുബായിൽ കനത്ത മഴയുണ്ടായി. ആ മഴയുണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള പരീക്ഷണം ഏതാണ് എന്ന് ചോദിച്ചാൽ ക്ലൗഡ് സീഡിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ശാസ്ത്രജ്ഞന്മാർക്കിടയിലുണ്ട്. ക്ലൗഡ് സീഡിങ്ങിലൂടെ ഇത്രയും വലിയ മഴയൊന്നും ലഭിക്കില്ല എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്. അതാണ് ഇതിന് കാരണമായതെന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്. എന്തായാലും ക്ലൗഡ് സീഡിംഗ് എന്ന് പറയുന്ന പദം അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളം 2024 ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള സ്കൈ ട്രാക്സ് പുരസ്കാരം. സ്കൈ ട്രാക്സ് പുരസ്കാരം 2024 മികച്ച വിമാനത്താവളത്തിനുള്ള സ്കൈ ട്രാക്സ് പുരസ്കാരം ലഭിച്ചത് ഏത് വിമാനത്താവളത്തിനാണ്? പലതരത്തിലുള്ള പുരസ്കാരങ്ങളുണ്ട്. വിമാനത്താവളം ഏറ്റവും മികച്ചത് എന്ന് പറയുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് അത് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പല പുരസ്കാരങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ പുരസ്കാരം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. സ്കൈ ട്രാക്സ് പുരസ്കാരം 2024 മികച്ച വിമാനത്താവളത്തിനുള്ള സ്കൈ ട്രാക്സ് പുരസ്കാരം 2024 ലഭിച്ചത് ഏത് വിമാനത്താവളത്തിനാണ് എന്ന് ചോദിച്ചാൽ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം. ഇങ്ങനെ പഠിച്ചാൽ ചിലപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കഴിഞ്ഞില്ല എന്ന് വരും. വേറെ രീതിയിലായിരിക്കും ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. 2024 മികച്ച വിമാനത്താവളത്തിനുള്ള സ്കൈ ട്രാക്സ് പുരസ്കാരം ലഭിച്ച ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചാലോ? അപ്പോൾ അതുകൂടി മനസ്സിലാക്കണം. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഖത്തറിലാണ്. എവിടെയാണ്? ഖത്തറിലാണ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ 2024. വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ 2024. നമ്മൾ ഒരുപാട് ഫോട്ടോസ് കണ്ടിട്ടുണ്ട്, അല്ലേ? വിയറ്റ്നാം യുദ്ധം നടന്നപ്പോൾ ആ വിയറ്റ്നാം യുദ്ധത്തിൻ്റെ ഭീകരതയൊക്കെ കാണിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? അതുപോലെ തന്നെ നാഗസാക്കിയിലും ഹിരോഷിമയിലും ഒക്കെ ബോംബിട്ടപ്പോൾ ആ സമയത്തെ ക്രൂരത അല്ലെങ്കിൽ അവിടുത്തെ ഭീകരതയൊക്കെ കാണിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ പറയാവുന്ന ഒരു ചിത്രം, അതായത് മനുഷ്യൻ്റെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു ചിത്രത്തിനാണ് 2024 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. ആ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നറിയാമോ? ഏത് ഫോട്ടോഗ്രാഫർക്കാണ് ആ പുരസ്കാരം ലഭിച്ചത്? മുഹമ്മദ് സലേം എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർക്കാണ്. പാലസ്തീൻകാരനായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ. അപ്പോൾ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ 2024 ലഭിച്ചത് ഒരു പാലസ്തീൻ ഫോട്ടോഗ്രാഫർക്കാണ്. ആർക്ക് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് സലേമിനാണ്. ആ ഫോട്ടോ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇസ്രായേലും പാലസ്തീനുമായിട്ട് യുദ്ധം നടക്കുകയാണ്, അല്ലേ? അങ്ങനെ ഇസ്രായേലിൻ്റെ ബോംബാക്രമണത്തിൽ മരണപ്പെട്ട 5 വയസ്സുള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ മൃതശരീരം, വെള്ള പുതപ്പിൽ പൊതഞ്ഞെടുത്ത മൃതശരീരം, ആ മൃതശരീരത്തിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ഒരു സ്ത്രീ, അവരുടെ പടമാണ്. ആ പടത്തിനാണ് 2024 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. ആ ഫോട്ടോഗ്രാഫർ ആരാണ്? മുഹമ്മദ് സലേം. ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ലോക പുസ്തക ദിനം.
ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏപ്രിൽ 23 അറിയാം അല്ലെ. ലോക ഭൗമ ദിനം ഏപ്രിൽ 22 ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 23 അറിയാം. 2024 യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് പട്ടണത്തെയാണ്? 2024 യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് പട്ടണത്തെയാണെന്ന് ചോദിച്ചാൽ സ്ട്രാസ്ബർഗിനെയാണ്. സ്ട്രാസ്ബർഗ് എവിടെയാണ്? ഫ്രാൻസ് അല്ലെ. ലോക പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23 അല്ലെ. ലോക ഭൗമ ദിനം എന്നാണ്? ഏപ്രിൽ 22. മാറിപ്പോവാതെ പഠിക്കണം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് ദൈവകണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദൈവകണം എന്നറിയപ്പെടുന്ന കണം എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഫിസിക്സിന്റെ ഭാഗത്താണ് ആ ചോദ്യം വരുന്നത്. ഹിഗ്സ് ബോസോൺ കണം അല്ലെ. ദൈവകണം എന്നറിയപ്പെടുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ കണം. ആ ഹിഗ്സ് ബോസോൺ കണവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് 2013 നോബൽ സമ്മാനം കിട്ടിയ ഒരു ശാസ്ത്രജ്ഞനുണ്ട്. ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയ ഒരു ശാസ്ത്രജ്ഞനുണ്ട്. ആ ശാസ്ത്രജ്ഞന്റെ പേരാണ് പീറ്റർ ഡബ്ല്യു ഹിഗ്സ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേരാണ് അതിന് കൊടുത്തിരിക്കുന്നത്, ഹിഗ്സ് ബോസോൺ കണം. അപ്പൊ ദൈവകണം എന്നറിയപ്പെടുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ കണം അല്ലെ. അപ്പൊ ആ ദൈവകണത്തെ കുറിച്ചുള്ള പഠനത്തിന് 2013 നോബൽ സമ്മാനം നേടിയ ഭൗതിക ശാസ്ത്രജ്ഞനാണ് പീറ്റർ ഡബ്ല്യു ഹിഗ്സ്. അദ്ദേഹം 2024 ഏപ്രിലിൽ മരണപ്പെട്ടു. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും: 2024 ഏപ്രിലിൽ മരണപ്പെട്ട ദൈവകണത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് നോബൽ പുരസ്കാരം നേടിയ ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചാൽ പീറ്റർ ഡബ്ല്യു ഹിഗ്സ് ആണ്. ശ്രദ്ധിച്ചു വയ്ക്കണം, സയൻസിന്റെ ഭാഗത്ത് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കാൻ കൊള്ളാം. ഇനി അത് കഴിഞ്ഞിട്ട് ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള MRI സ്കാനർ, ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ MRI സ്കാനർ ഏത് എന്ന് ചോദിച്ചാൽ അതിനൊരു പേരുണ്ട്, ഇസ്യൂൾട്ട്. ഏതാണ്? ഇസ്യൂൾട്ട്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ MRI സ്കാനർ ഏതെന്ന് ചോദിച്ചാൽ ഇസ്യൂൾട്ടാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് മനുഷ്യ മസ്തിഷ്കത്തെ വളരെ സൂക്ഷ്മമായിട്ട് സ്കാൻ ചെയ്യാൻ കഴിവുള്ള MRI സ്കാനറാണ് ഏത്? ഇസ്യൂൾട്ട്. നമുക്കറിയാം, നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത് കോടിക്കണക്കിന് ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്നതാണ് അല്ലേ. അപ്പോൾ അതിനെ കൃത്യമായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് സ്കാൻ ചെയ്യാൻ കഴിയുന്ന MRI സ്കാനറാണ് ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ MRI സ്കാനർ ഇസ്യൂൾട്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ശരി, അടുത്ത പോയിന്റിലോട്ട് വരാം. 75ാം വാർഷികം. ഒരു സൈനിക സഖ്യത്തിൻ്റെ 75ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്. ഒരു പ്രസിദ്ധ സൈനിക സഖ്യത്തിൻ്റെ 75ാം വാർഷികമാണ് എപ്പോൾ ആചരിക്കുന്നത്? 2024 ആചരിക്കുന്നത്. ഏതിൻ്റെ എന്ന് ചോദിച്ചാൽ നാറ്റോ. ഏതാണ്? നാറ്റോ അല്ലെ. നമ്മൾ നേരത്തെയും ഇത് പഠിച്ചിട്ടുള്ള കാര്യമാണ്. നാറ്റോയുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ നേരത്തെയും പഠിച്ചിട്ടുള്ളതാണ്. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ലോകത്ത് ഒരുപാട് സൈനിക സഖ്യങ്ങളുണ്ടാവും. ആ സൈനിക സഖ്യങ്ങളിൽ വളരെ പ്രസിദ്ധമായുള്ള ഒരു സൈനിക സഖ്യമാണ് നാറ്റോ. അപ്പോൾ ആ നാറ്റോ രൂപീകരിക്കപ്പെട്ടത് 1949 അപ്പോൾ 2024 ആവുമ്പോൾ അതിൻ്റെ 75ാം വാർഷികമാണ്. അപ്പോൾ ഏത് സൈനിക സഖ്യത്തിൻ്റെ 75ാം വാർഷികമായിരുന്നു 2024 എന്ന് ചോദിച്ചാൽ നാറ്റോയുടെ 75ാം വാർഷികമായിരുന്നു. നാറ്റോ രൂപീകരിക്കപ്പെട്ടത്, ആ സൈനിക സഖ്യം രൂപീകരിക്കപ്പെട്ടത് എന്നാണ് 1949 അല്ലെ. അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന ഒരു സൈനിക സഖ്യമാണ്. ഈ സൈനിക സഖ്യത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് കൂടി മനസ്സിലാക്കി വെക്കണം. ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ബ്രസൽസ് ആണ്. ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ്. ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ് ഒരു പ്രസിദ്ധ ക്രിക്കറ്റ് താരത്തിൻ്റെ കൃതിയാണ്. ആരുടെ എന്ന് ചോദിച്ചാൽ ഷെയ്ൻ വാൾസന്റെ കൃതിയാണ്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം, ഈ അടുത്ത കാലം വരെ നമുക്ക് സുപരിചിതനായിരുന്ന ഓസ്ട്രേലിയൻ ടീമിൽ ഉണ്ടായിരുന്ന ഷെയ്ൻ വാൾസന്റെ കൃതിയാണ് ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ്. അതേസമയം നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കണം, നോ സ്പിൻ എന്ന് പറയുന്നത് ഒരു പ്രസിദ്ധ ഓസ്ട്രേലിയൻ സ്പിന്നറുടെ ആത്മകഥയാണ്. ഒരു പ്രസിദ്ധ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരത്തിൻ്റെ
പുസ്തകത്തിൻ്റെ ആത്മകഥയാണ് നോ സ്പിൻ. ആരുടേതെന്ന് ചോദിച്ചാൽ അത് ഷെയ്ൻ വോണിൻ്റെ ആത്മകഥയാണ്. മരണപ്പെട്ടു പോയ ഷെയ്ൻ വോണിൻ്റെ ആത്മകഥയാണ് ഏത്? നോ സ്പിൻ. അതേസമയം ഇത് വേറെയാണ്, ഇത് ഷെയ്ൻ വാൾസൺ, ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2024 G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം. 2024 G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഇറ്റലിയാണ്. ശ്രദ്ധിച്ചു വയ്ക്കുക. 2024 G7 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇറ്റലിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ലോറസ് പുരസ്കാരം. എന്താണ് ലോറസ് പുരസ്കാരം? മികച്ച കായിക താരങ്ങൾക്ക് കൊടുക്കുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പുരസ്കാരമാണ് ലോറസ് പുരസ്കാരം. അപ്പോൾ ഈ ലോറസ് പുരസ്കാരം പുരുഷ താരത്തിനും കൊടുക്കും, അതുപോലെ തന്നെ വനിതാ താരത്തിനും കൊടുക്കും. അപ്പോൾ 2024 ലോറസ് പുരസ്കാരം, മികച്ച പുരുഷ താരത്തിനുള്ള ലോറസ് പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ നൊവാക് ദ്യോക്കോവിച്ചിനാണ്. 2024 എന്താണ് മികച്ച പുരുഷ താരത്തിനുള്ള ലോറസ് പുരസ്കാരം ലഭിച്ചത് നൊവാക് ദ്യോക്കോവിച്ചിനാണ്. സെർബിയക്കാരനാണ്, ടെന്നീസ് പ്ലെയർ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ വർഷം 2023 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റിൽ 3 ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകളും ജയിച്ചത് നൊവാക് ദ്യോക്കോവിച്ച് ആണ്, അല്ലേ? അത് ഓസ്ട്രേലിയൻ ഓപ്പൺ ജയിച്ചു, US ഓപ്പൺ ജയിച്ചു, ഫ്രഞ്ച് ഓപ്പൺ ജയിച്ചു. അദ്ദേഹം ജയിക്കാത്തത്, കഴിഞ്ഞ തവണ ഗ്രാൻഡ് സ്ലാം കിട്ടാത്തത് ഏതിൽ മാത്രമാണ്? വിംബിൾട്ടണിൽ മാത്രമാണ്. വിംബിൾട്ടൺ കിരീടം കഴിഞ്ഞ കൊല്ലം 2023 ലഭിച്ചത് കാർലോസ് അൽക്കാരസിനാണ്, സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസിനാണ്. ബാക്കി 3 ഗ്രാൻഡ് സ്ലാം കിരീടവും നേടിയത് സെർബിയയുടെ നൊവാക് ദ്യോക്കോവിച്ച് ആണ്. ആ നൊവാക് ദ്യോക്കോവിച്ച് ആണ് 2024 മികച്ച പുരുഷ താരത്തിനുള്ള ലോറസ് പുരസ്കാരം ലഭിച്ചത്. ഇനി അത് കഴിഞ്ഞിട്ട് മികച്ച വനിതാ താരത്തിനുള്ള 2024 ലോറസ് പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ അയറ്റാന ബോൺമെറ്റി. ആരാണ്? അയറ്റാന ബോൺമെറ്റി. ഒരു വനിതാ ഫുട്ബോൾ താരമാണ്, സ്പെയിനിലെ വനിതാ ഫുട്ബോൾ താരമാണ്. 2023 വനിതാ ലോകകപ്പ്, ഫുട്ബോൾ ലോകകപ്പ് നടന്നായിരുന്നു. അതിൽ കിരീടം നേടിയത് സ്പെയിനാണ്. സ്പെയിനിനെ കിരീട വിജയത്തിലോട്ട് കൊണ്ടുവന്ന ഫുട്ബോൾ താരമാണ് അയറ്റാന ബോൺമെറ്റി. സ്പെയിൻ ലോകകപ്പ് ടീമിലുണ്ടായിരുന്ന വനിതയാണ് അയറ്റാന ബോൺമെറ്റി. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തിട്ടാണ് മികച്ച വനിതാ താരത്തിനുള്ള ലോറസ് പുരസ്കാരം അയറ്റാന ബോൺമെറ്റിക്ക് കൊടുത്തത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചു വരുന്നത് 2024 ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ, എനിക്ക് പ്രധാനപ്പെട്ടതെന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ ക്ലാസ്സിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ളൂ. മറ്റു ചില കാര്യങ്ങളുണ്ട്, അത് നോട്ടിനകത്ത് ഉൾക്കൊള്ളിച്ചേക്കാം. നോട്ട് നിങ്ങൾക്ക് ആപ്പ് വഴിയും കിട്ടും, അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിലൂടെയും ലഭിക്കും. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.